നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഇറാന്റെ വിഷയം. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, അമേരിക്കയുടെ പിന്തുണ അതിന് കിട്ടുന്നു. ഇത് നമ്മൾ പത്രത്തിലൂടെ ചാനലിലൂടെയൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയങ്ങളല്ല. വിഷയം തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമായി തന്നെ അത് ഇന്നും നിലനിൽക്കുകയാണ്. ഇത് ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ഇത്തരം കൂട്ടക്കുരുതികളെ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷെ എനിക്കിവിടെ സംസാരിക്കാനുള്ള വിഷയം ഇറാനും CPM തമ്മിലുള്ള ബന്ധം. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിയൊരു പ്രത്യേകത അവിടുത്തെ നിയമങ്ങൾ, കർക്കശമായ നിയമങ്ങൾ, അതായത് സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇറാൻ. അവിടുത്തെ ഭരണാധികാരി മരിച്ചപ്പോൾ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും അവിടുത്തെ സ്ത്രീകൾ ആഹ്ലാദിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനെ തുടർന്ന് സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ആ ഭരണകൂടം നൽകിയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സാമാന്യമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു രാജ്യത്തെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ CPM അതിന്റെ നയം എന്താണ് വ്യക്തമാക്കുന്നത്? സ്ത്രീകൾക്ക് തുല്യനീതി എന്ന് ഘോരം വാദിക്കുന്ന CPM ആണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇത്രത്തോളം പിന്താങ്ങുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു രാജ്യത്തിനോട് എന്ത് നയം സ്വീകരിക്കണം, അവരുമായി നല്ല ബന്ധമാണോ മോശപ്പെട്ട ബന്ധമാണോ, എന്ത് ബന്ധമാണ് വേണ്ടത്, ഇത് തീരുമാനിക്കാനുള്ള പരിപൂർണമായ അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. അതായത് പ്രധാനമന്ത്രിക്കോ വിദേശകാര്യ മന്ത്രിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഒരു രാജ്യത്തിന്റെ നയം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ആ രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇട്ടാവട്ടത്ത് കിടക്കുന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയോ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ ഇരുന്ന് ഇറാന്റെ അടുത്ത് അക്രമം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇറാന് അമേരിക്കയോട് അക്രമം അവസാനിപ്പിക്കാനോ ഇസ്രായേലിനോട് അക്രമം അവസാനിപ്പിക്കാനോ പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ലേം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു കൊത്തം മേസരിയോ ഒരു പെയിന്റർ പണിക്കാരനോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ ഒക്കെ പറയുന്ന സാധാരണ നിലയിലുള്ള കൂലിപ്പണിക്കാർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇവരെ ഒന്നും തന്നെ അവർക്കറിയില്ല, അവർക്ക് ഇവരെയും അറിയില്ല. വെറുതെ കേരളത്തിനകത്തിരുന്ന് വെറുതെ സൂര്യനെ കണ്ട് പട്ടി വരയ്ക്കുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഗുണവും അതിനകത്തില്ല. ഇത് ലക്ഷ്യമാക്കുന്നത് രാഷ്ട്രീയം മാത്രമാണ്. അതായത് ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് അവരുടെ വീടുകളിൽ കയറിയിറങ്ങുക, കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുക, അവർക്കുള്ള പിന്തുണ പ്രഖ്യാപിക്കുക. പക്ഷേ പൊതുസമൂഹത്തിനെ മുഴുവൻ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഈ രീതിയിൽ പ്രചരണം നടത്തുന്നത് ഒരു രാജ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനം തന്നെയാണ്. ഇത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പൊതുസമൂഹം തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും യുദ്ധം അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.